എടാ 8th CBSE മാത്തമാറ്റിക്സിലെ ഫസ്റ്റ് ചാപ്റ്റർ എ സ്ക്വയർ ആൻഡ് എ ക്യൂബ്. ആ ചാപ്റ്ററിലെ ടോപ്പ് 5 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പഠിക്കണം. ഇങ്ങ് പാரு. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, using the pattern above, find 36 square given that 35 square is equal to 1225. NCERT ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻ അതേപടി എടുത്താണ്. നിങ്ങൾ ഈ വേണം ഒഴിവായി കളി. യൂസിംഗ് ദ പാറ്റേൺ അബോവ് വേണ്ട. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരിക. എന്ത്? ഫൈൻഡ് 36 സ്ക്വയർ given that 35 square is equal to 1225. 35 സ്ക്വയർ തന്നു. അങ്ങനെയാണ് 36 സ്ക്വയർ കണ്ടുപിടിക്കണം. 36 into 36 എഴുതിയിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതിയിട്ടുണ്ടെങ്കിൽ ടീച്ചർ ഫൈനൽ ആൻസറിന് ചിലപ്പോൾ 1 മാർക്ക് തന്നു. ഫുൾ മാർക്ക് ഒരിക്കലും കിട്ടില്ല. ഫുൾ മാർക്ക് നല്ല, ചിലപ്പോൾ 0 മാർക്ക് തന്നെയായിരിക്കും മിക്ക ടീച്ചേഴ്സും തരിക. മാക്സിമം പോയ ഒരു ഹാഫ് മാർക്ക് കിട്ടും ഫൈനൽ ആൻസർ കറക്റ്റ് ആയതുകൊണ്ട്. ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത്? നമ്മൾ 36 എഴുതിയിട്ടാണോ ചെയ്യേണ്ടത്? അല്ല. 35 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1225 ആണ്. ഓക്കെ. n സ്ക്വയർ, സം ഓഫ് n ഓഡ് നാച്ചുറൽ നമ്പേഴ്സ്. ആദ്യത്തെ n ഓഡ് നാച്ചുറൽ നമ്പേഴ്സിന്റെ സമ്മാണ് n സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള കൺസെപ്റ്റ് ആണ് അല്ലെ. അതായത് 5 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? ആദ്യത്തെ 5 ഓഡ് നാച്ചുറൽ നമ്പേഴ്സ് ആഡ് ചെയ്താൽ കിട്ടുന്നതാണ് 5 സ്ക്വയർ. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ 5 സ്ക്വയറിന്റെ നിങ്ങൾ ആലോചിച്ച് നോക്ക്. ആദ്യത്തെ 5 ഓഡ് നാച്ചുറൽ നമ്പേഴ്സ് 1 + 3 + 5 + 7 + 9 സമത്രയാ 3 1 4 5 4 9 9 9 12 12 7 25. അത് തന്നെയല്ലേ 5 സ്ക്വയർ. അതായത് ഏത് നമ്പറിന്റെ സ്ക്വയർ ആണോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അതെന്ന് പറഞ്ഞാൽ, അപ്പോൾ ഫോർ എക്സാമ്പിൾ 7 സ്ക്വയർ ആണെങ്കിൽ അത് ആദ്യത്തെ 7 ഓഡ് നാച്ചുറൽ നമ്പേഴ്സിന്റെ സം ആണ്. ക്ലിയർ ആണല്ലോ? അങ്ങനെയായി പറ. വാട്ട് ഈസ് 35 സ്ക്വയർ? വാട്ട് ഈസ് 35 സ്ക്വയർ? എന്താ 35 സ്ക്വയർ എന്ന് പറഞ്ഞാൽ? സം ഓഫ് ഫസ്റ്റ് 35 ഓഡ് നാച്ചുറൽ നമ്പർ. ഓഡ് നാച്ചുറൽ നമ്പേഴ്സ്. നാച്ചുറൽ നമ്പേഴ്സിന്റെ സിമ്പിൾ എന്ന് പറയുന്നത് ക്യാപിറ്റൽ N ആണ്. ഞാനത് എഴുതുന്നു. ഫുൾ ആയിട്ട് എഴുതുന്നില്ല. നാച്ചുറൽ നമ്പേഴ്സിന് ഫുൾ ആയിട്ട് എഴുതിയിട്ടില്ല കേട്ടോ. സം ഓഫ് ഫസ്റ്റ് 35 ഓഡ് നാച്ചുറൽ നമ്പേഴ്സ് ആണ് 35 സ്ക്വയർ എന്ന് പറഞ്ഞാൽ. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ? 36 സ്ക്വയർ ആണ്. സം ഓഫ് ഫസ്റ്റ് 35 ഓഡ് നാച്ചുറൽ നമ്പേഴ്സ് എത്രയാ? പറ. 1225 അല്ലേ? 1225 ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? 36 സ്ക്വയർ ആണ്. 36 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? എടാ, ആദ്യത്തെ 35 ഓഡ് നാച്ചുറൽ നമ്പേഴ്സ് അതിന്റെ സമ്മ്, അതിനോട് 36ാമത്തെ ഓഡ് നാച്ചുറൽ നമ്പർ ആഡ് ചെയ്താൽ ആദ്യത്തെ 35 ഓഡ് നാച്ചുറൽ നമ്പേഴ്സിന്റെ സമ്മ് നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ? അതിനോട് 36ാമത്തെ ഓഡ് നാച്ചുറൽ നമ്പർ ആഡ് ചെയ്താൽ 36 ഓഡ് നാച്ചുറൽ നമ്പേഴ്സിന്റെ സമ്മായി അല്ലെ? ആദ്യത്തെ 35 ഓഡ് നാച്ചുറൽ നമ്പേഴ്സിന്റെ സമ്മ് ഫസ്റ്റ് ആദ്യം തന്നെയുള്ള 1 സ്റ്റാർട്ട് ചെയ്യുന്ന 1 3 5 7 അങ്ങനെ പോകുന്ന ആദ്യത്തെ 35 ഓഡ് നാച്ചുറൽ നമ്പേഴ്സ് 35 ഓഡ് നാച്ചുറൽ നമ്പേഴ്സിന്റെ സമ്മ്, അതിനോട് 36th ഓഡ് നാച്ചുറൽ നമ്പർ ആഡ് ചെയ്താൽ എന്താ കിട്ടുക? 36. ആദ്യത്തെ ഫസ്റ്റ് 36 ഓഡ് നാച്ചുറൽ നമ്പേഴ്സിന്റെ സമ്മല്ലേ കിട്ടുക? ആണ്. അപ്പൊ 36 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? സം ഓഫ് ഫസ്റ്റ് 36 ഓഡ് നാച്ചുറൽ നമ്പേഴ്സ് ആണ്. ഓഡ് നാച്ചുറൽ നമ്പേഴ്സ് ആണ് അല്ലേ? അതെന്താ? സം ഓഫ് ഫസ്റ്റ് 36 ഓഡ് നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? സം ഓഫ് ഫസ്റ്റ് 35 ഓഡ് നാച്ചുറൽ നമ്പേഴ്സ് പ്ലസ് എത്രാമത്തെ ഓഡ് നാച്ചുറൽ നമ്പർ ആഡ് ചെയ്യണം? ആദ്യത്തെ 35 ഓഡ് നാച്ചുറൽ നമ്പേഴ്സിന് കൂടെ 36ാമത്തെ ഓഡ് നാച്ചുറൽ നമ്പർ കൂടി ആഡ് ചെയ്താലാണ് നമുക്ക് 36 സ്ക്വയർ കിട്ടുക അല്ലെ? ആദ്യത്തെ 36 ഓഡ് നാച്ചുറൽ നമ്പേഴ്സിന്റെ സമ്മ് കിട്ടുക അല്ലെ? പ്ലസ് എന്താ? 36th ഓഡ് നാച്ചുറൽ നമ്പർ അല്ലേ? ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഈ പറയുന്ന സം ഓഫ് ഫസ്റ്റ് 35 ഓഡ് നാച്ചുറൽ നമ്പേഴ്സ് നമുക്കറിയാം എത്രയാ? സം ഓഫ് ഫസ്റ്റ് 35 ഓഡ് നാച്ചുറൽ നമ്പേഴ്സ് 1225 പ്ലസ് അതിൽ രണ്ടാമത്തെ സാധനം 36th ഓഡ് നാച്ചുറൽ നമ്പർ. അതെങ്ങനെ കണ്ടുപിടിക്കും? 36ാമത്തെ ഓഡ് നാച്ചുറൽ നമ്പർ എങ്ങനെയാ? ഒന്നാമത്തത് 1, രണ്ടാമത്തത് 3, മൂന്നാമത്തത് 5, നാലാമത്തത് 7, ഇങ്ങനെ ഓരോന്നായിട്ട് 36ാമത്തത് കണ്ടുപിടിക്കാൻ എത്ര സമയം എടുക്കും ആലോചിച്ച് നോക്ക്. അപ്പൊ നമുക്കൊരു ഈസി വേ കണ്ടുപിടിക്കണം അല്ലെ? നമുക്കറിയാം ഫസ്റ്റ് ഓഡ് നാച്ചുറൽ നമ്പർ എന്താ? 1 ആണ്. സെക്കൻഡ് ഓഡ് നാച്ചുറൽ നമ്പർ എന്താ? 3 ആണ്. തേർഡ് ഓഡ് നാച്ചുറൽ നമ്പർ എന്താ? 5. ഫോർത്ത് ഓഡ് നാച്ചുറൽ നമ്പർ എന്താ? 7. പിന്നെ ഫിഫ്ത്ത് ഓഡ് നാച്ചുറൽ നമ്പർ എത്രയാ? 9. സിക്സ്ത് ഓഡ് നാച്ചുറൽ നമ്പർ 11 ആണ്. എന്തെങ്കിലും ഒരു ബന്ധമുണ്ടോ? അതായത് നമ്പറിന്റെ പൊസിഷൻ, ഓഡ് നാച്ചുറൽ നമ്പറിന്റെ പൊസിഷൻ ഇല്ലേ, പൊസിഷനും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓഡ് നമ്പേഴ്സും ഈ ഓഡ് നമ്പേഴ്സ് തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? നിങ്ങൾക്ക് ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. 1 നോക്കിയാൽ നിങ്ങൾക്ക് 1 തന്നെയാണ് തോന്നുന്നത്, സെയിം ആയിട്ട് തോന്നുന്നത്. പക്ഷേ 2 3 സെയിം അല്ലല്ലോ. അപ്പോൾ അതല്ല ബന്ധം. എന്താ ബന്ധം വേറെ? 3ന്റെ ഡബിൾ 3 6, അതിൽ നിന്ന് കുറച്ചാൽ 5 കിട്ടുന്നുണ്ട്. 4ന്റെ ഡബിൾ 8 ആണ്, അതിൽ നിന്ന് കുറച്ചാൽ 7 കിട്ടുന്നുണ്ട്. 5ന്റെ ഡബിൾ 10, അതിൽ നിന്ന് കുറച്ചാൽ 9 കിട്ടും. 6ന്റെ ഡബിൾ 12, അതിൽ നിന്ന് കുറച്ചാൽ 11 കിട്ടും. 2ന്റെ ഡബിൾ 4 നിന്ന് കുറച്ചാൽ 3 കിട്ടും. 1ന്റെ ഡബിൾ 2 നിന്ന് കുറച്ചാൽ 1 കിട്ടും. അതായത് നിങ്ങൾക്ക് ഇപ്പം
nth നമ്പറാണ് കണ്ടുപിടിക്കണമെങ്കിൽ nth ഓർഡ് നമ്പറാണ് കണ്ടുപിടിക്കണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? nth ഓർഡ് നാച്ചുറൽ നമ്പർ ആണെങ്കിൽ എന്താ അതിന്റെ ഡബിൾ എടുക്കുക. എന്നിന്റെ ഡബിൾ എന്താ 2n, അതിൽ നിന്ന് 1 കുറയ്ക്കുക 2n-1 അല്ലേ? ഇത് ഇങ്ങനെ ആലോചിച്ച് കണ്ടുപിടിക്കാൻ നമുക്ക് പറ്റണം. ഇനി പറ്റിയിട്ടില്ലെങ്കിൽ നിങ്ങൾ പേടിക്കണം, നിങ്ങൾക്ക് ഒരു ഷോർട്ട് കട്ട് ഞാൻ പറഞ്ഞു തരട്ടെ, നല്ലോണം ശ്രദ്ധിച്ചിരുന്നു. അതായത് ഇങ്ങനെ ഫസ്റ്റ് ഓർഡ് നാച്ചുറൽ നമ്പർ 1 ആണ്, സെക്കൻഡ് 3 ആണ്, തേർഡ് 5 ആണ്. ഇങ്ങനെ പോകുന്നതിൽ ഈ നമ്പേഴ്സ് ഇല്ലേ, നമ്പേഴ്സ് ഒരു കോൺസ്റ്റന്റ് ഡിഫറൻസ് വെച്ചിട്ടാണ് കൂടി പോകുന്നതെന്ന് വിചാരിക്കാം. ഒരു കോൺസ്റ്റന്റ് വെച്ചിട്ട് ഇങ്ങനെ കറക്റ്റ് ആയിട്ട് ഇങ്ങനെ കൂടി പോകുന്നിരിക്കാം. നോക്ക്, 2 കൂടി ഒരു കോൺസ്റ്റന്റ് നമ്പർ വെച്ചിട്ടാണ് കൂടി പോകുന്ന വിചാരിക്കാം. അത് 2 ആവണമെന്നില്ല കേട്ടോ. ഇപ്പോൾ ചിലപ്പോൾ 3 കൂടി പോകുന്ന നമ്പേഴ്സ് ഉണ്ടാവും, 5 കൂടി പോകുന്ന നമ്പേഴ്സ് ഉണ്ടാവും. അങ്ങനത്തെ പാറ്റേൺസ് ഒക്കെ അല്ലേ. അതിന്റെ nth ടൈം nth വൺ കണ്ടുപിടിക്കാൻ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഐഡിയ ഉണ്ട്. എന്താ അറിയടാ? ആദ്യത്തെ നമ്പർ ഇല്ലേ അത് പ്ലസ് എന്ന് എഴുതുക. എന്നിട്ട് nth വൺ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ജനറലി nth ഇത്രാമത്തത് ജനറലി ഒരു ഫോം കണ്ടുപിടിക്കണം. അപ്പോൾ 1 പ്ലസ് എന്ന് എഴുതിയിട്ട് ബ്രാക്കറ്റിൽ n-1 ഇട്ടിട്ട് പുറത്ത് എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അറിയോ? ആ കൂടി പോകുന്ന നമ്പർ ഇല്ലേ, കൂടി പോകുന്ന നമ്പർ എത്രയാ? 2 അല്ലേ? അതുകൊണ്ട് പുറത്ത് മൾട്ടിപ്ലൈ ചെയ്തേക്കാം. എന്നിട്ട് അതൊന്ന് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തേ. പുറത്തുള്ള വണ്ണം അങ്ങനെ തന്നെ എഴുതുക പ്ലസ്. ആ ബ്രാക്കറ്റ് എങ്ങനെ ഓപ്പൺ ചെയ്യുക? 2 കൊണ്ട് ആദ്യം n മൾട്ടിപ്ലൈ ചെയ്യുക, ദാറ്റ് ഈസ് 2 × n 2n. ഇനി 2 കൊണ്ട് -1 മൾട്ടിപ്ലൈ ചെയ്യുക, ദാറ്റ് ഈസ് -2. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം? ഈ നടുക്കുള്ള 2n അത് ആദ്യം എഴുതാം. അത് ആദ്യം എഴുതി. ഇനി നോക്ക്, 1 - 2 എന്താ? -1. 2n-1 ആണ് ഇതിന്റെ ജനറൽ ഫോം എന്ന് പറയുന്നത്. nth വൺ കണ്ടുപിടിക്കാനുള്ള nth ഓർഡ് നാച്ചുറൽ നമ്പർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണത് 2n-1 എന്ന് പറയുന്നത്. അത് ഇങ്ങനെയും കണ്ടുപിടിക്കാം, ഞാൻ ഈ പറഞ്ഞ പോലെയും കണ്ടുപിടിക്കാം. ഇനി അതല്ല നിങ്ങൾക്ക് ഈ പാറ്റേൺ മനസ്സിലാവുകയാണെങ്കിൽ അത് വെച്ചിട്ട് സിമ്പിൾ ആയിട്ട് എഴുതാവുന്നതുള്ളൂ. അത് മനസ്സിലായിട്ടില്ലെങ്കിലാണ് നിങ്ങൾ ഈ ഒരു മെത്തേഡ് നോക്കേണ്ടത് കേട്ടോ. ഇത് ആക്ച്വലി നിങ്ങൾ വേറെ പഠിക്കും, നിങ്ങൾക്ക് 9th നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അരിത്മെറ്റിക് പ്രോഗ്രഷനിൽ വരുന്നൊരു ട്രിക്കാണ്. ഓക്കെ, സോ ലിസൺ ഹിയർ. അങ്ങനെയാണെങ്കിൽ പറ, 36th ഓർഡ് നാച്ചുറൽ നമ്പർ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? 36th ഓർഡ് നാച്ചുറൽ നമ്പർ 36 എങ്ങനെയാണ് കണ്ടുപിടിക്കാം? എടാ nth വൺ കണ്ടുപിടിക്കാനാണ് 2 × n-1 എന്നുള്ള ഇക്വേഷൻ. അപ്പോൾ n വരെ 36 എന്ന് പറയുമ്പോൾ എന്താ? n വരെ എന്ത് വന്നു? 36 വന്നു. അപ്പോൾ 2 × n വരെ 36 കൊടുക്കുക. 2 × 36 -1 അല്ലേ? 2 × 36 -1 എത്രയാണ്? 2 × 36 എത്രയാ? 30 × 60 12 72 മീൻസ് 71 അല്ലേ? 71. അപ്പോൾ 71 ആഡ് ചെയ്യുന്നു. 71 ആഡ് ചെയ്ത് എത്ര ആൻസർ കിട്ടുക? 5 1 6 7 2 9 2 1. നമുക്ക് 1296 കിട്ടി. ഇത് ശരിയാണോ എന്ന് എന്ത് ചെയ്താൽ മതി നോക്കാൻ? സിമ്പിൾ ആയിട്ട് 36ന്റെ സ്കോർ അല്ലേ, സൈഡിൽ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. 36 × 36 6 36 ബാക്കി 3 3 പാട്ടും 19 20 8 16 36 39 9 ബാക്കി 3 3 9 3 12 1296 കറക്റ്റ് ആണ് നമ്മൾ ചെയ്തത്. ദാറ്റ്സ് ഇറ്റ്, അത്രയേ ഉള്ളൂ. നമ്മൾ ചെയ്ത മെത്തേഡ് കറക്റ്റ് ആണ്. ഇതങ്ങ് വെട്ടിക്കാലം അയച്ചറിയാം. ഓക്കെ, സിമ്പിൾ വെരിഫിക്കേഷൻ ആയിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ കഴിഞ്ഞു, സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ഹൗ മെനി നമ്പേഴ്സ് ലൈ ബിറ്റ്വീൻ 2 കൺസിക്യൂട്ടീവ് പെർഫെക്റ്റ് സ്ക്വയേഴ്സ്. 2 കൺസിക്യൂട്ടീവ് ആയിട്ടുള്ള പെർഫെക്റ്റ് സ്ക്വയേഴ്സിന്റെ ഇടയിൽ എത്ര നമ്പേഴ്സ് കിടക്കുന്നുണ്ട് എന്ന് കണ്ടുപിടിക്കണം. 2 കൺസിക്യൂട്ടീവ് ആയിട്ടുള്ള പെർഫെക്റ്റ് സ്ക്വയേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഫോർ എക്സാമ്പിൾ 4 സ്ക്വയർ എത്രയാ? 16. അത് കഴിഞ്ഞാലുള്ള അടുത്ത പെർഫെക്റ്റ് സ്ക്വയർ ഏതാ? അത് 5 സ്ക്വയർ ആയിരിക്കും. ഒബ്വിയസ്ലി 5ന്റെ സ്ക്വയർ വരിക, അത് 25. ഇതിന്റെ ഇടയിൽ എത്ര നമ്പേഴ്സ് ഉണ്ടെന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, ഇതിന്റെ ഇടയിൽ എത്ര നമ്പേഴ്സ് ഉണ്ട് നോക്ക്. 16 25ന്റെ ഇടയിൽ എത്ര നമ്പർ ഉണ്ട്? 8 നമ്പർ അല്ലേ ഉള്ളത്? ഇടയിലാണ്, അല്ലാണ്ട് അതിന്റെ ഡിഫറൻസ് അല്ല. നിങ്ങൾ പലരും അതിന്റെ ഡിഫറൻസ് ആണ് നിങ്ങൾ ആലോചിക്കുക. ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 25 - 16 അത് എത്രയാ? 9 ആണ്. പക്ഷേ അതിന്റെ ഇടയിൽ എത്രയും നമ്പേഴ്സ് ഉണ്ടോ? 9 നമ്പേഴ്സ് ഉണ്ടോ? നിങ്ങൾ ആലോചിച്ചു. 16 25ന്റെ ഇടയിൽ 17 18 19 20 21 22 23 24 8 ഉള്ളൂ ഇടയിൽ, ഇൻ ബിറ്റ്വീൻ. 8 ഉണ്ടാവുള്ളൂ. അത് അതിന്റെ ഡിഫറൻസ് ഒന്ന് കുറയ്ക്കണം അല്ലേ? ഓക്കെ ഫൈൻ. ഇനിയിപ്പോൾ വേറൊരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ 7 സ്ക്വയറും 8 സ്ക്വയറും എടുക്കാം. 7 സ്ക്വയർ 7 49 8 8 64. ഇതിന്റെ രണ്ടിന്റെ ഇടയിൽ എത്ര നമ്പേഴ്സ് ഉണ്ട്? ഇതിന്റെ രണ്ടിന്റെ ഇടയിൽ എത്ര നമ്പേഴ്സ് ഉണ്ട്? ആദ്യം ഡിഫറൻസ് കണ്ടുപിടിക്കാം. 49 64 ഡിഫറൻസ് എത്രയാ? 10 14 അല്ല 15 ആണ് ഡിഫറൻസ് അല്ലെ? 49 10 59 5 64 കറക്റ്റാ. 15 ആണ് ഡിഫറൻസ്. അതിൽ നിന്ന് ഒന്ന് കുറയ്ക്കാം അല്ലെ? ഇതിന്റെ ഈ 2 നമ്പേഴ്സിന്റെ ഡിഫറൻസ് കണ്ടുപിടിക്കുക, അതിൽ നിന്ന് കുറയ്ക്കാം. ഇപ്പോൾ 15 - 1 14 നമ്പേഴ്സ് ആണ് ഈ 2 നമ്പേഴ്സിന്റെ ഇടയിലുള്ള നമ്പേഴ്സിന്റെ എണ്ണം എന്ന് പറയുന്നത് അല്ലെ? 14 നമ്പേഴ്സ് ആർ ദർ ബിറ്റ്വീൻ 49 and 64. അപ്പോൾ ഈ കൺസിക്യൂട്ടീവ് ആയിട്ടുള്ള നമ്പേഴ്സിന്റെ സ്ക്വയേഴ്സ് അല്ലെ, കൺസിക്യൂട്ടീവ് ആയിട്ടുള്ള പെർഫെക്റ്റ് സ്ക്വയേഴ്സും കൺസിക്യൂട്ടീവ് ആയിട്ടുള്ള പെർഫെക്റ്റ് സ്ക്വയേഴ്സും അതിന്റെ ഇടയിലുള്ള നമ്പേഴ്സിനാണോ തമ്മിൽ എന്തെങ്കിലും ബന്ധം ഫീൽ ചെയ്യുന്നുണ്ടോ? സിമ്പിൾ ആയിട്ട് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ 4ന്റെ ഡബിൾ ആണ് ഇവിടെ ഉള്ള 8, ഈ 7ന്റെ ഡബിൾ ആണ് ഇവിടെ ഉള്ള 14 അല്ലെ? ഡബിൾ ആണ് വരുന്നത് അല്ലെ? അപ്പോൾ ഫസ്റ്റ് നമ്പർ n-ഉം n സ്ക്വയറിന്റെയും n+1 അടുത്തത് n+1 അല്ലേ? അതായത് ഇവിടെ ഇപ്പോൾ 4 ആണെങ്കിൽ അടുത്തത് 5 ആണല്ലോ, ഒന്ന് കൂടുതലല്ലേ? അപ്പോൾ 4ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ ജനറലി n-ന്റെ സ്ക്വയർ ആയിട്ട് എടുക്കാം. അടുത്ത എന്താ? 4 കഴിഞ്ഞാൽ ഒന്നുകൂടെ കൂടി 5 ആണ് അല്ലെ? 7 കഴിഞ്ഞാൽ ഒന്നുകൂടെ കൂടിയിട്ട് 8 ആണ്. അപ്പോൾ n കഴിഞ്ഞാൽ ഒന്നുകൂടെ കൂടിയിട്ട് n+1 ആവും. അപ്പോൾ അതിന്റെ സ്ക്വയർ. ഈ രണ്ടെണ്ണത്തിന്റെയും ഇൻ ബിറ്റ്വീനുള്ള നമ്പേഴ്സിന്റെ എണ്ണം എന്ന് പറഞ്ഞാൽ ഈ നമ്പറിന്റെ ഡബിൾ ആയിരിക്കും. എന്നിന്റെ ഡബിൾ 2n നമ്പേഴ്സ് ആയിരിക്കും ഉണ്ടാവുക. 2n നമ്പേഴ്സ് വിൽ ബി ദർ. ഇത് വേർഡ്സിൽ ഒന്ന് എഴുതിയാൽ കേട്ടോ. ഓക്കെ, സോ ദ നമ്പേഴ്സ് ബിറ്റ്വീൻ
two consecutive perfect squares n square and n plus 1 whole square is 2n എന്ന് എഴുതിയ ഫുൾ മാർക്ക് ആയിട്ട്. ഓക്കെ, ഈ ഒരു സാധനമൊക്കെ എഴുതി വെച്ചിട്ട് ഈ ഞാൻ പറഞ്ഞ ഈ ഒരു സെന്റൻസ് കൂടി എഴുതിയ ഫുൾ മാർക്ക് കിട്ടും. ഓക്കെ അല്ലേ? ദാറ്റ്സ് ഇറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇസ് 90 എ പെർഫെക്റ്റ് സ്ക്വയർ? 90 ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണെന്നാണ് ചോദിക്കുന്നത്. ഈ ചാപ്റ്ററിൽ നിങ്ങൾ പഠിക്കേണ്ട ഒരു മെത്തേഡാണ്, നമ്മൾ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കുമ്പോൾ പഠിക്കേണ്ട ഒരു മെത്തേഡാണ്. ഒന്ന് ഓഡ് നമ്പേഴ്സിന്റെ സക്സസീവ് സബ്ട്രാക്ഷൻ. അത് ഞാൻ ഓൾറെഡി ഒരു പ്രോബ്ലം നിങ്ങൾക്ക് നിങ്ങളുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അവിടെ ഞാൻ പ്രൈം ഫാക്ടറൈസേഷൻ വെച്ച് എങ്ങനെ ചെയ്യാമെന്ന് പഠിപ്പിച്ചു തരാം. 90 നിങ്ങൾ പ്രൈം ഫാക്ടറൈസ് ചെയ്യുക. 90 എഴുതിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം മക്കളെ? നിങ്ങൾ ജസ്റ്റ് ഫസ്റ്റ് പ്രൈം നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്ര കിട്ടുക? 45 അല്ലെ? അപ്പോൾ 10 90. ഓക്കെ, അതിന് നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? 2 കൊണ്ട് പറ്റില്ല, എന്തായാലും ഓഡ് നമ്പർ അല്ലേ. 3 കൊണ്ട് പറ്റുമോ നോക്കുക? 3 കൊണ്ട് പറ്റും. 15 അല്ലെ? 3 30 3 5 45. 15 നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 5 കിട്ടും. 5 നമുക്ക് 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1 കിട്ടും അല്ലേ? സോ 90 നിങ്ങൾ പ്രൈം ഫാക്ടറൈസ് ചെയ്ത് എഴുതുക. എങ്ങനെയാ? ആദ്യം രണ്ടെണ്ണം വെച്ച് പേരാക്കും. 3 3 സ്ക്വയർ ഇൻറ്റു പിന്നെ ഉള്ളത് 2 5 ഉള്ളത് അല്ലെ? 2 × 5 അല്ലേ? പ്രൈം ഫാക്ടറൈസ് ചെയ്ത് എഴുതിയിട്ട് രണ്ടെണ്ണം വെച്ച് പേരാക്കി എഴുതുക. സെയിം ആയിട്ടുള്ള രണ്ടെണ്ണം വെച്ച് പേരാക്കി എഴുതുക. അതിൽ പെയ്ഡ് അല്ലാത്ത അൺപെയ്ഡ് ആയിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ നമ്പർ പെർഫെക്റ്റ് സ്ക്വയർ അല്ല അല്ലെ? ഹിയർ എഴുതുക. ഹിയർ 2 and 5 do not occur in pairs. ഇവിടെ 3ക്ക് ഓക്കെ ആണ്, കാരണം 3 രണ്ടെണ്ണം ഉണ്ട്. അപ്പോൾ 3 സ്ക്വയറിന് എഴുതായിരുന്നു. പക്ഷേ 2ന് ഒറ്റയൊന്നേ ഉള്ളൂ, പെയറില്ല. 5നും പെയറില്ല. 2ഉം 5ഉം കൂടെ പെയർ ആയിക്കൂടെ? അങ്ങനെ പറ്റില്ല. സെയിം നമ്പേഴ്സേ പെയർ ആക്കാൻ പറ്റുള്ളൂ. എന്നിട്ട് അത് സ്ക്വയർ ആയിട്ട് എഴുതാം. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ ഇപ്പോൾ ഒരു 4ഉം 4 ഒക്കെ ആണെങ്കിൽ നമുക്ക് ഞാൻ ഇതിൻ്റെ കൂടെ 4 സ്ക്വയറിനും കൂടി എഴുതിയാനെ. ഇവിടെ ഇപ്പോൾ എക്സ്ട്രാ ആയിട്ട് ഇനി ഒരു 3ഉം 3ഉം കൂടെ ഉണ്ടെങ്കിൽ ഞാൻ 3 സ്ക്വയറിന് എഴുതിയാനെ. ഓക്കെ, പക്ഷേ പെയർ അല്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഇതുപോലെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് പെർഫെക്റ്റ് സ്ക്വയർ അല്ല. ആ നമ്പർ പെർഫെക്റ്റ് സ്ക്വയർ അല്ല എന്നാണ് മീനിങ് അല്ലേ? ഡു നോട്ട് ഒക്കർ ഇൻ പെയർസ്. 90 ഈസ് നോട്ട് എ പെർഫെക്റ്റ് സ്ക്വയർ. PS എന്ന് എഴുതി വെച്ചാൽ മാർക്ക് കിട്ടില്ല. പെർഫെക്റ്റ് സ്ക്വയർ എന്ന് ഫുൾ ആയിട്ട് എഴുതിക്കോളൂ കേട്ടോ. ഓക്കെ ഫൈൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഈസ് 2352 എ പെർഫെക്റ്റ് സ്ക്വയർ? 2352 പെർഫെക്റ്റ് സ്ക്വയർ ആണോ? അല്ലെങ്കിൽ ഇഫ് നോട്ട്, ഫൈൻഡ് ദ സ്മോളസ്റ്റ് മൾട്ടിപ്പിൾ ഓഫ് 2352 വിച്ച് ഇസ് എ പെർഫെക്റ്റ് സ്ക്വയർ. 2352 സ്മോളസ്റ്റ് മൾട്ടിപ്പിൾ കണ്ടുപിടിക്കണം വിച്ച് ഇസ് എ പെർഫെക്റ്റ് സ്ക്വയർ. പെർഫെക്റ്റ് സ്ക്വയർ ആവുന്ന തരത്തിൽ 2352 സ്മോളസ്റ്റ് മൾട്ടിപ്പിൾ കണ്ടുപിടിക്കണം. സിമ്പിൾ ആണ്, നോക്കുക. 2352 നിങ്ങൾ എന്ത് ചെയ്യുക? പ്രൈം ഫാക്ടറൈസ് ചെയ്യുക. 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1150 26 1176 അല്ലെ? 2 ബാക്കി 2 14 5 5 ബാക്കി 1 2 3 1 2 യെസ്. അതിന് 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്ര കിട്ടുക? 500 550 വേണ്ട, ഡിവൈഡ് ചെയ്യാം. 5 2 5 10 17 2 2 16 ബാക്കി 1 16 8 അല്ലെ? 2 16 ബാക്കി 2 16 17 10 2 11 13. ഓക്കെ, 588 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് എത്ര കിട്ടുക? 2 4 1 18 2 9 2 18 8 4 അല്ലെ? 2 4 8 2 9 2 ബാക്കി 2 4 5 യെസ്. 294 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് എത്ര ആൻസർ കിട്ടുക? 115 3 പോയ 147 അല്ലെ? 2 14 നോക്കുന്നു 2 9 2 യെസ്. 147 നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ എങ്ങനെ നോക്കുക? ഡിജിറ്റ്സിന്റെ സം എടുത്ത് നോക്കുക. 147 ഡിജിറ്റ്സിന്റെ സം എത്രയാടാ? 4 1 5 7 5 12 3ന്റെ മൾട്ടിപ്പിൾ ആണ്. 12 3ന്റെ മൾട്ടിപ്പിൾ ആണ്. സോ വി കൻ ഡിവൈഡ് ബൈ 3. 147 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് എത്ര ആൻസർ കിട്ടുക? 4 3 12 2 27 9 9 കിട്ടും. 49 കിട്ടും. 49 ഇറ്റ്സ് 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ? 7 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 7 കിട്ടും. 7 49. 7നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്ത് കിട്ടും? 1 കിട്ടും. അപ്പോൾ നമുക്ക് ഇതിനെ എന്ത് എഴുതാം? 2352 നമുക്ക് എങ്ങനെ എഴുതാം? പെയർ ആക്കി എഴുതാൻ വെച്ചിട്ട് 2 സ്ക്വയർ പിന്നെന്താ ഇൻറ്റു അടുത്ത 2 സ്ക്വയർ ഇൻറ്റു പിന്നെന്താ 7 സ്ക്വയർ ഉണ്ട് അല്ലേ? 2 7 ഉണ്ട്. 7 സ്ക്വയർ ഇൻറ്റു ഇവിടെ ഒരു 3 മിസ്സായിട്ടില്ലേ? 3. ഇതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആണോ? നോ, നോട്ട് എ പെർഫെക്റ്റ് സ്ക്വയർ. നോട്ട് എ പെർഫെക്റ്റ് സ്ക്വയർ. വൈ? ബിക്കോസ് 3ക്ക് പെയർ ഇല്ല. 3ക്ക് പെയർ ഇല്ലെങ്കിൽ എല്ലാത്തിനും പെയർ ഉണ്ടാവണം. ഇവിടെ 2ന് പെയർ ഉണ്ട്. 2 സ്ക്വയർ ആണ്. 2 സ്ക്വയർ അടുത്ത 2നും പെയർ ഉണ്ട്. 7 സ്ക്വയർ ആണ്. 7നും പെയർ ഉണ്ട്. പക്ഷേ 3 ഒറ്റയ്ക്കാണ്. 3ക്ക് പെയർ ഇല്ല. അപ്പോൾ അന്നതല്ല പെർഫെക്റ്റ് സ്ക്വയർ അല്ല. ഇനി നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത് എന്താ? ഇഫ് നോട്ട് പെർഫെക്റ്റ് സ്ക്വയർ അല്ലെങ്കിൽ ഫൈൻഡ് ദ സ്മോളസ്റ്റ് മൾട്ടിപ്പിൾ ഓഫ് 2352 വിച്ച് ഇസ് എ പെർഫെക്റ്റ് സ്ക്വയർ. ഇതിന്റെ സ്മോളസ്റ്റ് മൾട്ടിപ്പിൾ കണ്ടുപിടിക്കണം പെർഫെക്റ്റ് സ്ക്വയർ ആവുന്നത്. ഇതിന്റെ സ്മോളസ്റ്റ് മൾട്ടിപ്പിൾ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ഇതിന് ഏറ്റവും ചെറിയ ഏത് നമ്പർ കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താലാണ് ഇതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആക്കാൻ പറ്റുക. എടാ ഇവിടെ ഒരു 3 എക്സ്ട്രാ അല്ലേ ഇല്ലാത്തത് അല്ലെ? ഒരു 3യും കൂടെ ഇവിടെ എക്സ്ട്രാ ഇതിന്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ 3 × 3 നമുക്ക് 3 സ്ക്വയർ എഴുതാൻ പറ്റുമായിരുന്നു. സോ ദാറ്റ് അതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആയിട്ട് മാറിയനെ. അപ്പോൾ ഇതിന് എന്തുകൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്? 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ? സോ therefore 2352 into 3 that's equal to 3 വരിക. 2 3 6 3 5 5 5 ബാക്കി 3 3 9 1 10 0 ബാക്കി 2 3 6 1 7 7056 is the smallest multiple of കാണുന്നില്ല അല്ലേ? 7056 is the, we can write 7056 is the smallest multiple of 2352
which is a perfect square. Okay, it's a perfect square. Full ആയിട്ട് എഴുതണം ആ perfect square. Okay, find the square root of the new number എന്ന് ചോദിച്ചിട്ടുണ്ട്. എന്തിന്റെ 2352ന്റെ സ്ക്വയർ റൂട്ട് 7056ന്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കണം. 7056ന്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാൻ CC റൂട്ട് ഓഫ് എന്ന് എഴുതിയിട്ട് ആ നമ്പറിന്റെ പ്രൈം ഫാക്ടറൈസേഷൻ എഴുതി കൊടുക്കുക. എന്താ ഈ നമ്പേഴ്സ് ഇല്ലേ, ഈ നമ്പേഴ്സിന് കൂടി ഒരു 3 കൂടി ആഡ് ചെയ്യുമ്പോൾ ഈ 3 into 3 3 സ്ക്വയർ ആവും. അതങ്ങ് എഴുതി കൊടുക്കുക. 2 square into 2 square into 7 square into 3 square. എന്താണ് 2 square into 2 square into 7 square into 3 square. That's equal to 2 square. ഒരു 2 square റൂട്ടിന്റെ പുറത്തേക്ക് വരുമ്പോൾ 2i. അടുത്ത 2 square റൂട്ടിന്റെ പുറത്തേക്ക് വരുമ്പോൾ 2i. അടുത്ത 7 square റൂട്ടിന്റെ പുറത്തേക്ക് വരുമ്പോൾ 7i. അടുത്ത 3 square റൂട്ടിന്റെ പുറത്തേക്ക് വരുമ്പോൾ 3i. ഓക്കെ, 2 square റൂട്ടിന്റെ പുറത്തേക്ക് വരുമ്പോൾ 2i. അടുത്ത 2 square റൂട്ടിന്റെ പുറത്തേക്ക് വരുമ്പോൾ 2i. അടുത്ത 7 square റൂട്ടിന്റെ പുറത്തേക്ക് വരുമ്പോൾ 7i. അടുത്ത 3 square റൂട്ടിന്റെ പുറത്തേക്ക് വരുമ്പോൾ 3i. മൾട്ടിപ്ലൈ ചെയ്ത് എത്ര കിട്ടുക? 2 2 4 22 4 into 7 to 3 എത്രയാ? 21. സോ 4 into 21 ദാറ്റ് ഈസ് 1 4 4 2 4 8 84ന്റെ സ്ക്വയർ. 84 into 84 ചെയ്ത് നോക്ക്. 4 4 16 6 ബാക്കി 4 32 32 64 65 ബാക്കി 6 8 64 6 70. കറക്റ്റ് 7056 നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടും. ഇതിനെ കിട്ടും. ഓക്കെ, അപ്പോൾ ഇത് പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡാണ്. ഈ മെത്തേഡ് കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം. ഇനി മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ ക്യൂബ് റൂട്ട്സ് ഓഫ് ദീസ് നമ്പേഴ്സ്. ഈ നമ്പേഴ്സ് താഴെ കൊടുത്തുള്ള നമ്പേഴ്സിന്റെ ക്യൂബ് റൂട്ട്സ് കണ്ടുപിടിക്കുക. അതിൽ ഫസ്റ്റ് വൺ മാത്രം ഞാനിപ്പോൾ ചെയ്യാം, ബാക്കി രണ്ടും നിങ്ങൾ ഈ വീഡിയോയുടെ അടിയിൽ കൃത്യമായിട്ട് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക ആൻസേഴ്സ്. ക്യൂബ് റൂട്ട് ഓഫ് 64 നിങ്ങൾ പ്രൈം ഫാക്ടറൈസേഷൻ തന്നെ ചെയ്യാം. 64നെ പ്രൈം ഫാക്ടറൈസ് ചെയ്യാം. നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. എത്ര കിട്ടുക? 32. 32 നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 16 കിട്ടും. 16 നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 8 കിട്ടും. 8 നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 4 കിട്ടും. 4 നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 2 കിട്ടും. 2 നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 1 കിട്ടും. ഇനി ഇവിടെ ക്യൂബ് റൂട്ട് ആണ്, സ്ക്വയർ റൂട്ട് അല്ല. സ്ക്വയർ റൂട്ടിൽ നമ്മൾ എന്താ പഠിച്ചത്? 2 വെച്ച് പേരാക്കുക. ക്യൂബ് റൂട്ടിൽ 3 വെച്ച് പേരാക്കണം. സോ ക്യൂബിക് റൂട്ട് ഓഫ് 64 is equal to 3 വെച്ച് പേരാക്ക്. 3 2 അപ്പോൾ 2 ക്യൂബ് ഇൻറ്റു അടുത്തത് 3 2 2 ക്യൂബ്. ഇനി ഇത് ക്യൂബിക് റൂട്ട് ആണ്. ക്യൂബിക് റൂട്ടിന്റെ സിമ്പിൾ ഇടണേ. ക്യൂബ് സ്ക്വയർ മാത്രമല്ല, ക്യൂ ഒരു 3 കൂടെ അതിൻ്റെ കൂടെ എക്സ്ട്രാ ചെറുതാക്കി എഴുതണം കേട്ടോ, എന്നാലേ ക്യൂബിക് റൂട്ട് ആവുള്ളൂ, അല്ലെങ്കിൽ സ്ക്വയർ റൂട്ട് വയ്ക്കാം. ഇനി 2 ക്യൂബ് ക്യൂബിക് റൂട്ടിന്റെ പുറത്തെടുക്കുമ്പോൾ 2i. അടുത്ത 2 ക്യൂബ് ക്യൂബിക് റൂട്ടിന്റെ പുറത്തെടുക്കുമ്പോൾ 2i. സോ 2 into 2 4 ആണ്. 4ന്റെ ക്യൂബാണ് 64. 4 4 16 16 into 4 4 into 4 16 16 into 4 40 4 4 4 4 കറക്റ്റാണ്. ഓക്കെ, ഇതേപോലെ നിങ്ങൾ എന്ത് ചെയ്യുക? ബാക്കി രണ്ട് നമ്പേഴ്സിന്റെയും എന്ത് ക്യൂബ് റൂട്ട്സും കൂടെ നിങ്ങൾ കമന്റ് ആയിട്ട് ചെയ്തിട്ട് കമന്റ് ആയിട്ട് ഈ ഒരു വീഡിയോയുടെ ഇടയിൽ കമന്റ് ചെയ്യാം. സോ ഇതാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പ് 5 ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. കൃത്യമായിട്ട് പഠിക്കാം മക്കളെ. നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പാർട്ട് ബൈ പാർട്ട് ക്ലാസ്സുകൾ വേണം. അതേപോലെ NCERT ടെക്സ്റ്റ് ബുക്കിന്റെ കംപ്ലീറ്റ് റെക്കോർഡിംഗ്സും വേണം. അതായത് നിങ്ങൾ സ്കൂളിൽ പഠിക്കുന്നത് 5ാമത്തെ ചാപ്റ്റർ ആണെങ്കിൽ നമ്മൾ ലൈവ് ക്ലാസ്സുകളിൽ ചാപ്റ്റർ വൈസ് ഓർഡറിലേക്ക് പോകുക. എല്ലാ ട്യൂഷൻ സെന്റേഴ്സിലും ചാപ്റ്റേഴ്സ് ഓർഡറിലാണ് പോകുക. പക്ഷേ നമ്മുടെ ക്ലാസ്സുകളാണെങ്കിൽ യോധാ ബാച്ചിലാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ചാപ്റ്റേഴ്സിന്റെയും റെക്കോർഡഡ് ക്ലാസ്സുകൾ കൂടെ അവൈലബിൾ ആണ്. നമ്മൾ എല്ലാ ചാപ്റ്റേഴ്സും ഇപ്പോൾ റെക്കോർഡ് ചെയ്ത് കൊടുക്കുകയാണ്. വിത്തിൻ 1 month എല്ലാ ചാപ്റ്റേഴ്സ് ഓൾമോസ്റ്റ് എല്ലാ ചാപ്റ്റേഴ്സും നിങ്ങൾക്ക് റെക്കോർഡിംഗ്സ് ആയിട്ട് കൈ കിട്ടുന്നതായിരിക്കും. സോ കൃത്യമായിട്ട് യോധാ ബാച്ചിൽ ജോയിൻ ചെയ്യുക. താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അടിപൊളിയായിട്ട് ഈ ഒരു അക്കാദമിക് സൈലത്തിന്റെ കൂടെ നമുക്ക് പഠിക്കാം. ഏറ്റവും മികച്ച മാർക്കിലേക്ക് നമുക്ക് എത്തിച്ചേരാം. സോ ഓൾ ദ ബെസ്റ്റ്.